റൈറ്ററാണ്. സിനിമ കാണുന്ന സമയത്ത് പല സീരീസും കിടക്കുന്നത് ഇന്നാളുടെ ലൈഫാണ്, ഇന്നാളുടെ ലൈഫാണ്, ഒരു ചെറിയ ഡൗട്ട് രീതിയിൽ പോയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്? ഒരിക്കലുമില്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന ആക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രോൾസ് ഇതൊക്കെ കണ്ടായിരുന്നു. നമ്മളൊരിക്കലും ഇത് ഫിക്ഷണലാണ്. ഇതൊരിക്കലും നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല. പലർക്കും തോന്നണം, പല ടോപ്പിക്കൊക്കെ ഓരോ സ്റ്റേജിൽ തോന്നിയിട്ട് നമ്മളെ അതുപോലെ ആർക്കും തോന്നണം, ആക്ടേഴ്സിന് ആർക്കും തോന്നണം. ഒരിക്കലും അത് പേഴ്സണലി ഒരിക്കലും വിചാരിക്കും. ഇത് ഒരു നമ്മൾ ബേസിക്കലി എല്ലാവരും സിനിമ വർക്കിയവരാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ സിനിമ വിജയിക്കണമെന്നും എല്ലാ സിനിമ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആയിരിക്കണം. അപ്പോൾ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഇത് ആരെയും എനിക്ക് വരുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഒരു ടെംപ്ലേറ്റ് ആണ്. അതാരും അങ്ങനെ പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കണം. പിന്നെ ഒരു ഡയലോഗ് എന്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, മെഡിക്കൽ റബ്ത്ത് എന്ന് പറയുന്നത്. അത് ആക്ച്വലി അത് ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. ആ കോശി സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയിൽ ഈ ആക്ടർ ഡേവിഡ് വന്നിട്ട് പറയുന്നത് ഒരു മരുന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. താൻ മെഡിക്കൽ ഗ്രൂപ്പാണോ താൻ പറയുന്നത് ഫീൽ ചെയ്തത്? അത് മെഡിക്കൽ ഗ്രൂപ്പ് മോശം ജോലി ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ഇല്ലാത്തതൊന്നും നമ്മളോട് ഉദ്ദേശിച്ചിട്ടില്ല. ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. അത് എൻ്റെ ഭാഷയല്ല. ഓരോ ക്യാരക്ടർ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കൽ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കലിൻ്റെ ഭാഷയും, ഡെനിൽ സംസാരിക്കുന്നത് എൻ്റെ ഭാഷയും, പി കെ സംസാരിക്കുന്ന പി കെയുടെ ഭാഷയാണ്. അപ്പോൾ അങ്ങനെ വരുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ടോ നമ്മുടെ ആരുടെയോ പൊളിറ്റിക്സോ ഒന്നുമല്ല. അത് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് എല്ലാവരും കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കും. സ്ക്രിപ്റ്റ് മൂവിമെന്റ് എല്ലാവരും കൂടെ പുറത്തോട്ട് വായിക്കാം. തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് വരുന്നൊക്കെ കേൾക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അതിൽ ആ ഒരു സീക്രസി കാലത്ത് സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ആ സീക്രസി കാലത്ത് സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേസ് വരെ നമ്മൾ ആഗ്രഹിക്കില്ല.